തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നാളത്തെ കോടതി നടപടികൾ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനും ഏറെ നിർണായകമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന ആയുധമാക്കി CPM-നെ പ്രതിരോധത്തിലാക്കി കോൺഗ്രസ് മുന്നേറുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതിയുമായി യുവതി എത്തിയത്. ഇന്ന് വീണ്ടും ഒരു പുതിയ പരാതി കൂടി വന്നിരിക്കുന്നു. ഇതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായി. വാർത്തകളിൽ ബലാത്സംഗ പരാതിയും അതിജീവിതയുടെ മൊഴിയും നിറഞ്ഞു. ഇതോടെ CPM ആഗ്രഹിച്ചതുപോലെ ശബരിമല വിഷയം അടിയിലുമായി. എന്നാൽ അടഞ്ഞ അധ്യായമായില്ല. നാളെ ഹൈക്കോടതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക സംഘം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. CPM നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ A. പത്മകുമാർ റിമാൻഡിൽ ആയപ്പോൾ തന്നെ CPM വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരുന്നു. സർക്കാരിന് ലഭിച്ച അപേക്ഷയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൈമാറാൻ തീരുമാനമെടുത്തത്. ഇത് പത്മകുമാർ മൊഴിയായി തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സംശയത്തിന്റെ നിഴലിലാണ്. അന്വേഷണ റിപ്പോർട്ടിൽ കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടായാൽ CPM വലിയ കുരുക്കിലേക്ക് വീഴും. റിപ്പോർട്ട് പരിഗണിച്ച് ഹൈക്കോടതിയിൽ നിന്ന് എന്തെങ്കിലും പരാമർശം ഉണ്ടായാലും ഇതുതന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ നാളത്തെ ദിനം CPM-ന് ഏറെ നിർണായകമെന്ന് തന്നെ പറയാം. മറിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെയാണ് തിരുവനന്തപുരം ജില്ലാ കോടതി പരിഗണിക്കുന്നത്. ഇതാണ് കോൺഗ്രസിന്റെ ചിന്താവിഷയം. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോഴും രാഹുലിനെതിരായ കേസിൽ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാണ്. മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ അറസ്റ്റ് അടക്കം നടപടികൾ വേഗത്തിലുണ്ടാകും. ഇതോടെ CPM-നെ ശബരിമല ഉന്നയിച്ച് പ്രതിരോധത്തിലാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയും ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി 7 ദിവസം മാത്രമാണ് ഉള്ളത്. നാളത്തെ കോടതിയിൽ നിന്നും വരുന്ന വാർത്തകളാകും വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.